അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഒരു ഓപ്പാമ്പിൻ്റെ ബേസിക് വർക്കിംഗ് ആണ്. അപ്പോൾ തിയറിറ്റിക്കലി അല്ല, അതായത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലല്ല, ബേസിക്കായിട്ട് ഒരു സർക്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ, ഒരു ഓപ്പാമ്പ് സർക്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാം, അതിൻ്റെ വർക്കിംഗ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഓപ്പാമ്പ് ഇതാണ് ഓപ്പാമ്പിൻ്റെ ബേസിക് ഡയഗ്രാം. ഒപ്പം ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 2 ഇൻപുട്ട് ഉണ്ടാവും, നെഗറ്റീവും പോസിറ്റീവും. ഇപ്പോൾ ഓപ്പാമ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഐഡിയൽ ഓപ്പാമ്പിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലി കൺസിഡർ ചെയ്യുമ്പോഴല്ല, ഒരു ഐഡിയൽ ഓപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻപുട്ട്, ഈ നെഗറ്റീവും പോസിറ്റീവ് ഇൻപുട്ട്സ്, ഇറ്റ് വിൽ നോട്ട് ഡ്രോ എനി കറണ്ട്. അതായത് ഇവിടെ എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക്, ഓപ്പാമ്പിൻ്റെ ഉള്ളിലേക്ക് കറണ്ട് ഒന്നും എടുക്കില്ല, ഓപ്പാമ്പ് എടുക്കില്ല. അത് 2 ഇൻപുട്ട്. പക്ഷെ പ്രാക്ടിക്കലി അങ്ങനെയല്ല, ഓപ്പാമ്പ് കറണ്ട് എടുക്കും. അതായത് നാനോ ആംബിയർ അല്ലെങ്കിൽ പീക്കോ ആംബിയർ റേഞ്ചിൽ വെരി സ്മോൾ കറണ്ട്, വളരെ ചെറിയ കറണ്ട് ഓപ്പാമ്പ് എടുക്കും. അതുപോലെ തന്നെ ഈ ഓപ്പാമ്പിൻ്റെ വോൾട്ടേജ് ഗെയിൻ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വോൾട്ടേജ് ഗെയിൻ ഈസ് ഹ്യൂജ്. അതായത് ടൈനി ഇൻപുട്ട് വോൾട്ടേജ് ഡിഫറൻസ് കോസസ് എ ഹ്യൂജ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അതായത് ചെറിയൊരു വോൾട്ടേജ് ഡിഫറൻസ്, അതായത് മൈനസിനും പ്ലസിനും ഇടയ്ക്ക് ചെറിയൊരു ഡിഫറൻസ് വന്നാൽ തന്നെ അത് ഒരു ലാർജ് വോൾട്ടേജ് സ്വിംഗ് ഔട്ട്പുട്ടിലുണ്ടാവും. അതായത് ഇപ്പോൾ 10K ഗെയിനുള്ള ഒരു ഓപ്പാമ്പ് ആണെങ്കിൽ വെരി സ്മോൾ millivolt difference in input voltage can cause output in the range of volts. അതായത് 1 millivoltൽ താഴെയാണെങ്കിൽ പോലും ഇൻറ്റു 10K ചെയ്യാൻ നേരത്ത് എത്ര 10 വോൾട്ടോ ഇത്ര വരും. അപ്പം അത്രയ്ക്ക് സ്മോൾ വോൾട്ടേജിനെ വരെ, ഡിഫറൻസിനെ വരെ അത്രയും വലിയ വോൾട്ടേജ് ചേഞ്ചസ് ഔട്ട്പുട്ടിൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഓപ്പാമ്പിൻ്റെ ഡിഫിക്കൽട്ടായിട്ട് അണ്ടർസ്റ്റാൻഡ്, അതായത് മനസ്സിലാക്കാൻ പാടുള്ള ഒരു കാര്യമാണ്. പക്ഷെ വളരെ സിമ്പിളാണ്, പക്ഷെ പലർക്കും അറിയില്ല. നമ്മൾ ബിടെക്കിനൊക്കെ പഠിക്കുമ്പോൾ, നമ്മൾ തിയറി പഠിച്ചു പോകുമ്പോൾ പലരും മനസ്സിലാക്കാറില്ല. ഓപ്പാമ്പിൻ്റെ നെഗറ്റീവ് ഫീഡ്ബാക്കിലുള്ള വർക്കിംഗ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെഗറ്റീവ് ഫീഡ്ബാക്ക് എപ്പോഴും ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻപുട്ടിലുള്ള വോൾട്ടേജ്, അതായത് നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനൽസിലുള്ള വോൾട്ടേജ് എങ്ങനെയെങ്കിലും ഓപ്പാമ്പിന് 0 ആക്കണം. അതാണ് ഓപ്പാമ്പ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്പാമ്പിന് അപ്പോൾ അതിനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പാമ്പിന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജാണ്. അപ്പോൾ ഓപ്പാമ്പ് ഔട്ട്പുട്ടിലെ വോൾട്ടേജിൽ ചേഞ്ച് ചെയ്ത് ഇൻപുട്ട് വോൾട്ടേജിനെ ഈക്വലാക്കാൻ ശ്രമിക്കും. അതാണ് ഓപ്പാമ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ഒരു ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക്, അതായത് ഇതിലെ നെഗറ്റീവ് ഫീഡ്ബാക്ക് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവിൽ ഇൻപുട്ടിൽ ഒരു 10 വോൾട്ടിനെ പൊട്ടൻഷ്യൽ ഡിവൈഡ് ചെയ്ത് 2.2K 2 റെസിസ്റ്റർ വെച്ച് 5 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ 5 വോൾട്ട് ഇവിടെ തന്നെ നിൽക്കും, കാരണം ഓപ്പാമ്പ് കറണ്ട് ഒന്നും എടുക്കൂല.
ഇവിടെ എന്തെങ്കിലും കറണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് ഡൗൺ ആയി പോകും. ഐഡിയയിൽ പറയുകയാണെങ്കിൽ ഓപ്പ് ആമ്പ് കറണ്ട് ഒന്നും എടുക്കൂല. അപ്പോൾ 5 വോൾട്ട് തന്നെ ഇവിടെ നിൽക്കും. അതുപോലെ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു 4 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടും ഇവിടെ 5 വോൾട്ടാണ്. ഇവിടുത്തെ 5 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ഓപ്പാമ്പിന് എങ്ങനെയെങ്കിലും ഇവിടുത്തെ വോൾട്ടേജ് 5 വോൾട്ട് ആക്കണം. ഓപ്പാമ്പിനുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 - 5 അതായത് എത്രയാണ് 1/10K 100 മൈക്രോ ആംപിയർ കറണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 100 മൈക്രോ ആംപിയർ കറണ്ട് ഇവിടെ 4 വോൾട്ട് ഇവിടെ 5 വോൾട്ട് കൊടുത്ത കാരണം ഓപ്പാമ്പിന് എങ്ങനെയാണ് 5 വോൾട്ട് ആക്കണം. അപ്പം അങ്ങനെ ആക്കുമ്പോൾ ഇവിടെ വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് 100 മൈക്രോ ആംപിയർ ആയിരിക്കും. അപ്പോൾ ഈ ഓപ്പാമ്പിൽ നിന്ന് കറണ്ട് വരില്ല, അല്ലെങ്കിൽ ഓപ്പാമ്പ് കറണ്ട് എടുക്കില്ല. സോ അപ്പോൾ ഈ 100 മൈക്രോ ആംപിയർ എവിടെ നിന്ന് വരണം? ഇവിടെ നിന്ന് തന്നെ വരണം. ഈ 100 മൈക്രോ ആംപിയർ ഇവിടെ നിന്ന് തന്നെ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് 5, ഇങ്ങോട്ട് കറണ്ട് ആണെങ്കിൽ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്. 100 മൈക്രോ ഇൻറ്റു 20K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 വോൾട്ട് ഇതിനെ ക്രോസ് ഡ്രോപ്പ് വരും അല്ലേ? +2 വോൾട്ട് ഇതിനെ ക്രോസ് ഡ്രോപ്പ് വരും. ഇവിടുത്തെ വോൾട്ടേജ് 7 വോൾട്ട് ആണ് ഔട്ട്പുട്ട്. ഇതിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്മോൾ ഡിഫറൻസ്, അതായത് ഇവിടുത്തെ വോൾട്ടേജ് കൂടാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഈ 0-നെ ഇവിടുത്തെ വോൾട്ടേജ് ഡിഫറൻസ് 0 ആക്കുന്ന രീതി, അതായത് ഇവിടെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് വരാൻ നേരത്ത് അതിൻ്റെ എഫക്റ്റ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിനെ നള്ളിഫൈ ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഓപ്പാമ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടുത്തെ വോൾട്ടേജ് വീണ്ടും 5 ആക്കും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇവിടെ 4 വോൾട്ട് കൊടുത്തപ്പോൾ ഇവിടെ 7 വോൾട്ട് ആക്കി സെറ്റാർ ഇവിടുത്തെ വോൾട്ടേജ് 5 വോൾട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഓപ്പാമ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഒരു എക്സാമ്പിളോടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ഇൻ്റഗ്രേറ്റർ, ബേസിക് ഇൻ്റഗ്രേറ്ററിൻ്റെ വർക്കിംഗ് ആണ്. ബേസിക് ഇൻ്റഗ്രേറ്ററിൽ നമ്മുടെ ഫീഡ്ബാക്കിൽ കപ്പാസിറ്ററിനെ റെസിസ്റ്ററിനെ മാറ്റി കപ്പാസിറ്റർ ആക്കുക എന്നുള്ളൊരു വ്യത്യാസമാണ്. റെസിസ്റ്ററിനെ മാറ്റി കപ്പാസിറ്റർ. ഈ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ബയസിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് നോർമൽ വർക്കിങ്ങിൽ അതിന് എഫക്റ്റ് വരില്ല. അപ്പോൾ ഇവിടെ നമ്മൾ 5 വോൾട്ടിന് മുകളിലുള്ളൊരു വോൾട്ടേജ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ 5 വോൾട്ട് ആണ്. അപ്പോൾ ഇവിടെ 5 വോൾട്ട് ആയ കാരണം ഒപ്പാമ്പിന് എങ്ങനെയെങ്കിലും ഇവിടെ 5 വോൾട്ട് വരുത്തിക്കണം. കാരണം ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പോൾ അതിനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുക, അതിൻ്റെ എഫക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് എങ്ങനെയും ഇവിടെ 5 വോൾട്ട് എത്തിക്കണം. അതാണ് ഒപ്പാമ്പ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ 5 പ്ലസ് 10 വോൾട്ട് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ 5 വോൾട്ട് ഡിഫറൻസിൽ ഇതിൽ കൂടെ ഒരു കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. കറണ്ട്, അപ്പോൾ ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന 10 വോൾട്ട് എന്താണ്, 10 വോൾട്ട് കോൺസ്റ്റൻ്റാണ്. ഇവിടെ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഈ കറണ്ടും കോൺസ്റ്റൻ്റ്. ഈ കറണ്ട് കോൺസ്റ്റൻ്റ്. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് കറണ്ട് എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകില്ല. പിന്നെ എങ്ങോട്ടാ പോവാം? ഇങ്ങോട്ട് പോവാം, കപ്പാസിറ്ററിലേക്ക് പോവാം.
അല്ലേ? അപ്പോൾ ഈ കപ്പാസിറ്ററിൽ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഒരു കപ്പാസിറ്ററിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജ് ഉള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അങ്ങനെ ലീനിയർ ആയിട്ടായിരിക്കും വേരി ചെയ്യുക. ലീനിയർ ആയിട്ട് അതിൻ്റെ വോൾട്ടേജ് വേരി ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്, അതായത് വി ഔട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നെഗറ്റീവായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വരാൻ നേരത്ത് ഇവിടെ ഓപ്പോസിറ്റ് അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ താഴേക്ക് വരും, നെഗറ്റീവ്. ഇവിടെ എത്താൻ നേരത്ത് വീണ്ടും ഔട്ട്പുട്ട് നെഗറ്റീവ് ആവും, അല്ല ഇൻപുട്ട് നെഗറ്റീവ് ആവും. ഇൻപുട്ട് നെഗറ്റീവ് ആകുമ്പോൾ എന്ത് പറ്റും? ഇവിടുത്തെ വോൾട്ടേജ് കുറഞ്ഞു പോകും. ഇവിടുത്തെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കാരണം ഇവിടെ 5 വോൾട്ട് ഉണ്ട്. ഇവിടെ 5 വോൾട്ടിൽ പെട്ടെന്ന് താഴെ പോയി. അപ്പോൾ എന്ത് പറ്റും? ഇവിടുത്തെ വോൾട്ടേജ് കൂട്ടണം. ഇവിടുത്തെ വോൾട്ടേജ് കൂട്ടും. അത് പെട്ടെന്ന് കൂട്ടാൻ പറ്റില്ല, കാരണം അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കറണ്ട്, അതായത് കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. അതായത് -10 ആയിരിക്കുമല്ലോ, 5 -10 വോൾട്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. -10 അല്ല, 0 ആയിട്ട് എടുത്താണ്. +10ഉം 0 ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് 0 ആവാൻ നേരത്ത് എന്ത് പറ്റും? ഇൻപുട്ട് 0 ആവാൻ നേരത്ത് 5 - 0 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് പറ്റില്ല, ഇവിടെ നിന്നേ വരാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് വോൾട്ടേജ് ഇവിടെ വേരി ചെയ്യും. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും? ഈ വോൾട്ടേജ് വേരി ചെയ്യുമ്പോഴും ഇവിടുത്തെ വോൾട്ടേജ് എപ്പോഴും 5 വോൾട്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത വേവ് ഫോം